അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രാർത്ഥിക്കുമ്പോൾ പാടില്ലാത്ത 15ഓളം കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തത് പ്രാർത്ഥനയിൽ അതിര് കവിയരുത് എന്ന് പറഞ്ഞാൽ കൂടുതലായി വിശദീകരിക്കാതെ ചുരുങ്ങിയ വാക്കുകളിൽ വേണം പ്രാർത്ഥന നിർവഹിക്കുവാൻ. ഒരിക്കലൊരു സഹാബിയുടെ മകൻ അല്ലാഹുവേ സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് എനിക്കൊരു വെള്ളക്കൊട്ടാരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. മറിച്ച് സ്വർഗം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടിയും. അതുകൊണ്ട് അത്തരം കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കരുത്. ഒരിക്കലും സഹാബികൾ ഉറക്കെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയും പതുക്കെ പ്രാർത്ഥിക്കുവാൻ പറയുകയും ചെയ്തു. മൂന്നാമത്തത് ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നാലാമത്തത് അലസമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കരുത്. മറിച്ച് ഹൃദയ സാന്നിധ്യവും ആത്മാർത്ഥതയും ബോധവുമെല്ലാം ഉണ്ടാവണം പ്രാർത്ഥിക്കുമ്പോൾ. അഞ്ചാമത്തത് തിരക്ക് കൂട്ടരുത്. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്നിങ്ങനെ പറയുന്നത് ശരിയല്ല. ആറാമത്തത് ദുനിയാവിലെ ശിക്ഷ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കരുതേ, ഈ ലോകത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. മറിച്ച് ഈ ലോകത്തും ഖൈർ കിട്ടാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. ഏഴാമത്തത് പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യരുത്. അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണമേ എന്നിങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. എട്ടാമത്തത് സ്വന്തത്തിനെതിരിലോ മക്കൾക്കെതിരിലോ സ്വത്തിനെതിരിലോ അഥവാ നമ്മുടെ സമ്പത്തിനെതിരിലോ പ്രാർത്ഥിക്കാൻ പാടില്ല. അവയെ ഒന്നും ശപിച്ച് പറയാനും പാടില്ലാത്തതാണ്. ഒമ്പതാമത്തത് കഷ്ടപ്പെട്ട് സാഹിത്യ രൂപത്തിൽ പ്രാർത്ഥിക്കരുത്. അവസാന വാക്കുകളൊക്കെ ഒരേപോലെയാക്കി ബുദ്ധിമുട്ടിക്കൊണ്ടുള്ള ആ നിലക്കുള്ള പ്രാർത്ഥന നല്ലതല്ല. പത്താമത്തത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും തശഹുദിൽ ആകാശത്തേക്ക് നോക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത് നമസ്കാരത്തിലാണ് ബാധകം. 11 പ്രാർത്ഥനയ്ക്ക് ശേഷം മുഖം തടവുക. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. 12 സുന്നത്തായ പ്രാർത്ഥനകൾ വിട്ട് മറ്റുള്ള ആളുകൾ കെട്ടിച്ചമച്ച പ്രാർത്ഥനകളെ മുറുകെ പിടിക്കുക. അങ്ങനെ പാടില്ല. കഴിവിൻ്റെ പരമാവധി ഹദീസിൽ വന്ന പ്രാർത്ഥനകളെ മുറുകെ പിടിക്കുക. 13 അല്ലാഹു അല്ലാത്തവരോട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. 14 പ്രവാചകന്മാരുടെയോ സ്വാലിഹീങ്ങളുടെയോ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന രൂപത്തിലുള്ള തവസ്സുൽ പാടില്ല. 15 അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തു തരണമേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണമേ ഇങ്ങനെ ചെയ്യണമേ എന്ന് പറയരുത്. മറിച്ച് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്നിങ്ങനെ തന്നെ പറയണം. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.